ഹലോ ഫ്രണ്ട്സ്, അടിപൊളി ഒരു പ്രോൺസ് ബിരിയാണി അല്ലെങ്കിൽ പ്രോൺസ് റൈസ് റെസിപ്പി കണ്ടാലോ? ആദ്യം ഞാൻ ബസ്മതി റൈസിൽ സ്പൈസസും ബട്ടറും എണ്ണയും ഉപ്പും നാരങ്ങാ നീരും പാകത്തിന് വെള്ളവും ഒഴിച്ച് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി പാനിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ പ്രോൺസ് ഇട്ട് ഫ്രൈ ചെയ്യാം. പ്രോൺസിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ചെറുതായൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ പ്രോൺസ് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ 2 ചെറിയ സവാള കട്ട് ചെയ്തത് ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യണം. അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത പ്രോൺസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കുറച്ചുനേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണേ. ഇനി റൈസ് നോക്കാട്ടോ. റൈസ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോൺസിലേക്ക് റൈസ് ചേർത്ത് മിക്സ് ചെയ്തു കൊടുക്കാം. ഞാൻ കുറച്ചായിട്ടാണ് റൈസ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ റൈസ് ഉടഞ്ഞു പോവാതെ നോക്കണം. പ്രോൺസ് മസാല റൈസിൽ പിടിക്കത്തക്ക രീതിയിൽ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ അഭിപ്രായം പറയണേ.